ഇപ്പം ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തിരുച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തിരുച്ചി അല്ലെങ്കിൽ തിരുച്ചിറപ്പള്ളി, അങ്ങനെ രണ്ട് പേരും ഉണ്ട്. രണ്ടും ഒരു സ്ഥലം തന്നെയാണ്. തമിഴ്നാടിൻ്റെ മാപ്പ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും തമിഴ്നാടിൻ്റെ കറക്റ്റ് സെൻറ്ററായിട്ട് വരുന്ന സ്ഥലമാണ് തിരുച്ചി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോഴാ തിരുച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പം നിൽക്കുന്നത്. തിരുച്ചി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഞാൻ ഇന്നലെ ആയിരുന്നു ഇവിടെ വന്നത്. ഇന്നലെ വന്നിട്ട് ഇവിടെ തങ്ങി. സിംഗിൾ റൂമിൻ്റെ ചാർജ് 672 രൂപയായിരുന്നു. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള റൂമായിരുന്നു. പഴയ ഏതോ പ്രതാപി ഹോട്ടലായിരുന്നു തോന്നുന്നു കേട്ടോ. ആ ഒരു ലോഡ്ജിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു അമ്പലം പോലെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആ ലോഡ്ജ് കണ്ടപ്പോഴത്തേക്കും ഒരു സ്കൂൾ പോലെയാണ് തോന്നിയത്, സ്കൂളിൻ്റെ കെട്ടിടം പോലെയാണ് തോന്നിയത്. അങ്ങനെ അവിടെ തങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ തിരുച്ചി ബസ് സ്റ്റാൻഡിൻ്റെ, തമിഴ്നാട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം രാവിലെ 10 മണിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കണം. കഴിച്ചിട്ട് ഈ തിരുച്ചിയും പരിസരമൊക്കെ ഒന്ന് നടന്ന് കറങ്ങി കാണാം. ഇവിടെ തിരുച്ചി ബസ് സ്റ്റാൻഡ്, അതോ ആ കാണുന്ന ബിൽഡിങ് വലിയ ബസ് സ്റ്റാൻഡാണ്. ഇന്നലെ രാത്രി വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് നോക്കിയായിരുന്നു. വലിയൊരു ബസ് സ്റ്റാൻഡാണ്. ഇവിടെ ഈ ചെറിയ ഇങ്ങനത്തെ ഓട്ടോയെക്കാട്ടി കൂടുതലും വലിയൊരു ടൈപ്പ് ഓട്ടോയുണ്ട്. ഞാൻ കാണിച്ചു തരാം. കുറച്ച് നാൾ മുമ്പ് ഞാൻ മധുരയിൽ പോയി ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്നു ആ ടൈപ്പ് ഓട്ടോ. ഷെയർ ഓട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും ആപ്പേ ഷെയർ ഓട്ടോ അല്ലാത്ത വലിയ ഷെയർ ഓട്ടോ കാണിച്ചു തരാം. ഇതാണ് ആ ടൈപ്പ് ഷെയർ ഓട്ടോ. വലിയ വണ്ടി, ഏകദേശം ഒരു 10-15 പേർക്ക് ഇരിക്കാൻ പറ്റും. ഇതാ കണ്ടില്ലേ, വേറൊരു ഷെയർ ഓട്ടോ വന്ന് ആളുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. എന്തായാലും കൊള്ളാമല്ലേ ഈ വണ്ടി. ബാക്കിൽ ഷെയർ ഓട്ടോ എന്ന് എഴുതിയിട്ടുണ്ട്. ഷെയർ ആട്ടോ, അത് കൊള്ളാം. ഭയങ്കര വെയിലാണ് അടിക്കുന്നത്, ഭയങ്കര വെയിൽ. അങ്ങനെ ഞാൻ തിരുച്ചി ബസ് സ്റ്റാൻഡിലോട്ട് ഇങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് തട്ടുകടകളെല്ലാം ഉണ്ട്. രാവിലെ തന്നെ ഇഡ്ഡലി, സാമ്പാർ, ദോശ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഇവിടെ ബസ് സ്റ്റാൻഡിന് പുറത്തായിട്ട് ഒരു ചായക്കട കണ്ടു. ഇവിടെ നിന്നൊരു ചായ കുടിക്കാം ആദ്യം. സത്യത്തിൽ ഇത്രയും വെയിലത്ത് ഈ ചൂടത്ത് ചായ കുടിക്കാൻ തോന്നുന്നില്ല. പിന്നെ രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന വരും എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണ് ചായ കുടിക്കാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ ചായ എല്ലാം കുടിച്ചിട്ട് തിരുച്ചി ബസ് സ്റ്റാൻഡിനകത്തോട്ട് നടന്ന് കയറിക്കൊണ്ടിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, ഒരുപാട് ബസ്സുകൾ നിരന്ന് കിടക്കുന്നത്. വലിയ ബസ് സ്റ്റാൻഡാണ്. പല സൈഡിലായിട്ട് ബസ്സുകൾ നിൽപ്പുണ്ട്. ഈ സൈഡിലും പിന്നെ അതിന് അപ്പുറത്തെ സൈഡിലും അങ്ങനെ ഒരുപാട് ബസ്സുകളുണ്ട്. കർണാടകയുടെ KSRTC ബസ് കിടക്കുന്ന കണ്ടില്ലേ. അങ്ങനെ ഒരുപാട് റൂട്ടിലോട്ടുള്ള പല ബസ്സുകൾ വരുന്നൊരു സ്ഥലമാണ് തിരുച്ചി ബസ് സ്റ്റാൻഡ്. ഞാൻ പറഞ്ഞില്ലേ തമിഴ്നാടിൻ്റെ സെൻറ്ററായിട്ടുള്ള സ്ഥലമാണെന്ന്. അപ്പോഴിവിടെ നിന്ന് ഇങ്ങനെ പല സ്ഥലങ്ങളിലോട്ടും സ്പ്ലിറ്റായിട്ട് പോകാൻ വേണ്ടിയുള്ള ബസ്സുകൾ ഇവിടെ വരും. അങ്ങനെ ബസ് സ്റ്റാൻഡിൻ്റെ നടുക്കായിട്ട് ഒരുപാട് നീളത്തിൽ റൂഫ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡിലുമായിട്ടാണ് ബസ്സുകൾ നിൽക്കുന്നത്. ഇതേപോലെ റൂഫുകൾ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. അപ്പോഴതിലൊരു റൂഫിനകത്തൂടെ ഞാനിങ്ങനെ നടക്കുന്നത്. പല ബസ്സിൻ്റെയും അനൗൺസ്മെൻറ്റുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇവിടെ ഓടക്കുഴലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കച്ചവടത്തിനൊരു അന്യസംസ്ഥാന തൊഴിലാളി നിൽക്കുന്ന കണ്ടില്ലേ. പഴനി പോകുന്ന ബസ്സാണ്, പഴനി. ഇവിടെ അനൗൺസ് ചെയ്യുന്നു നോക്കേ. ദിണ്ടുക്കൽ പോകുന്ന ബസ്സായത്. ദിണ്ടുക്കൽ ബൈപ്പാസ് വഴി ദിണ്ടുക്കൽ 1-to-1 സർവീസ്. 1-to-1 എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട എവിടെയെങ്കിലും സ്റ്റോപ്പുകളിൽ മാത്രം നിർത്തും. എന്നിട്ട് നേരെ എൻഡിൽ ഒരുപാട് സ്ഥലത്തോട്ടുള്ള ബസ്സുകൾ കണ്ടപ്പോഴത്തേക്കും എങ്ങോട്ടെങ്കിലുമൊക്കെ കയറി പോകാൻ തോന്നുക. അങ്ങനെ ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നും ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നിരിക്കുകയാണ്, നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട്. ഒരു ബസ്സിനകത്ത് ഫുൾ പരസ്യമാണ്, ഫാനിൻ്റെ പരസ്യം. ബസ് സ്റ്റാൻഡിന് അപ്പുറത്തെ സൈഡേക്കാട്ടി ഈ ഒരു ഭാഗത്തായിട്ട് കുറേ ഹോട്ടലുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. അങ്ങനെ ഇനിയിപ്പം എൻ്റെ പ്ലാൻ ഇവിടെ നിന്ന് കുറച്ചടുത്തായിട്ട് മാർക്കറ്റുണ്ട്, തിരുച്ചി മാർക്കറ്റ്. അപ്പോഴാ മാർക്കറ്റൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. ഈ വെയിലത്ത് മാർക്കറ്റിൽ കൂടെ കിടന്ന് അലയണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും ഒരു പിന്നോട്ട് വലിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഒന്ന് പോയിട്ട് വരാം. ഇവിടെ നിന്ന് മാർക്കറ്റിൽ പോകുന്ന ബസ് ഏതാണെന്ന് നോക്കണം. എന്നിട്ടേ വളരെ ഉപകാരം. അങ്ങനെ ഇവിടെ ബസ്സുകൾക്ക് കൂടുതലായിട്ടും പ്രൈവറ്റ് ബസ്സുകൾക്ക് ഇവിടെ ഒരു പ്ലേറ്റ് ചെയ്തിരിക്കുന്ന കളർ കണ്ടില്ലേ. കളറല്ല, പ്ലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റീൽ പാത്രം പോലെ തിളങ്ങി നിൽക്കുന്ന കണ്ടില്ലേ. ഈ വെയിലത്ത് ഈ ഒരു ബസ്സിൻ്റെ റിഫ്ലക്ഷനും കൂടെ ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. കണ്ടില്ലേ, വേറെയും ബസ്സുകൾക്കെല്ലാം ഉണ്ട്. കുറച്ചധികം ബസ്സുകൾക്കുണ്ട് ഈ ഒരു പ്ലേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ടൈപ്പ് ബോഡി. മുഖം നോക്കാം. അങ്ങനെ തിരുച്ചി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാനിപ്പോൾ തിരുച്ചി മാർക്കറ്റിലോട്ട് ബസ് വന്നിറങ്ങിയിരിക്കുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ സ്റ്റീൽ പാത്രം പോലത്തെ ഡിസൈനുള്ള ബസ്സിലാണ് ഞാൻ വന്നിറങ്ങിയത്. തിരുച്ചി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടം വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 7 രൂപയേ ഉള്ളൂ. തിരുച്ചി ബസ് സ്റ്റാൻഡിൽ നിന്ന് ശ്രീരംഗം പോകുന്ന ബസ്സിൽ കയറി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ
ഏറ്റവും വലിയ അമ്പലമെന്ന്. അപ്പോൾ ആ സ്ഥലമാണ് ശ്രീരംഗം എന്ന് പറഞ്ഞ സ്ഥലം. അങ്ങോട്ട് പോകുന്ന ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഈ തിരുച്ചി മാർക്കറ്റിലോട്ട് വരാൻ പറ്റും. ഞാൻ ഈ ബസ് ഇറങ്ങിയ സ്ഥലത്ത് തന്നെ ഇവിടെ കൈവണ്ടിയൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലമുണ്ട്. ഇതാ ഒരു ചേട്ടൻ കൈവണ്ടിയായിട്ട് പോകുന്ന കണ്ടില്ലേ. ഇവിടെ ഒരുപാട് കൈവണ്ടി ഉപയോഗിക്കുന്നുണ്ട് മാർക്കറ്റൊക്കെ ആയതുകൊണ്ടേ. കൈവണ്ടി വാടകയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റേറ്റൊന്നും എഴുതിയിട്ടില്ല. വലിയ റേറ്റൊന്നും ആവത്തില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് തിരക്കിയിട്ടും കാര്യമില്ല. ഇവിടെയൊക്കെ ആയിട്ട് ചെറിയുള്ളി, സവാള എല്ലാം തെള്ളുവണ്ടിയിൽ വെച്ചിട്ടുണ്ട്. 60 രൂപയാണ് ചെറിയുള്ളിയുടെ വില. ഇത് സവാള 40 രൂപ. ഞാൻ വേറെ ഇവിടെ പോയപ്പോഴായിരുന്നു, ഏതോ ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും രാജപാളയത്ത് പോയപ്പോഴും അവിടെയും ദോസ്തായിരുന്നു കൂടുതലായിട്ടും ഉള്ളത്. അശോക് ലൈലൻഡിൻ്റെ ദോസ്ത് വണ്ടി, ലോഡെല്ലാം എടുക്കുന്നത് ദോസ്താണ്. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഇവിടെയും കാണുന്നുണ്ട് ഒരു ദോസ്ത്. നിറച്ചും സവാള കയറ്റി വെച്ചിരിക്കുവാണ്. ഇതാ ഇവിടെയൊക്കെ നോക്കി ഇഷ്ടം പോലെ സവാള കിടക്കുന്നത്, ഒരുപാട് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇത് അവിടെ ആയിട്ട് കുന്നുപോലെ ഉണ്ട്, കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, കുന്നുപോലെ മല പോലെ സവാള കൂട്ടിയിട്ടിരിക്കുന്നത് ഒരുപാടുണ്ട്. രാവിലെ 9 മണിക്ക് വന്നാൽ സവാളയുടെ ലേലമെല്ലാം കാണാൻ പറ്റുമായിരുന്നു. ഇപ്പം സമയം 11 മണിയായിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വേറൊരു കടയിൽ വെളുത്തുള്ളിയെല്ലാം വെച്ചിട്ടുണ്ട്. പല ക്വാളിറ്റിയുള്ള വെളുത്തുള്ളികളുണ്ട്. 200 രൂപ കിലോ, 250 കിലോ, അങ്ങനെ പല പല വിലയ്ക്കുള്ളതുണ്ട്. ഇതും വേറെ ക്വാളിറ്റിയാണ്. ഇത് 250 വിലയുള്ളതാണിത്. സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 45, 45, 40, 35. ചെറിയുള്ളി ആണെങ്കിൽ ഈ ചെറിയുള്ളി 70. ഈ ചെറിയുള്ളി തന്നെ പല ടൈപ്പുണ്ട്, 70, 80. ഇതും 70 തന്നെ. ഇത് 70 തന്നെയാണ്. ഹൈബ്രിഡ്. ഇത് ഹൈബ്രിഡും ഇത് നാടനുമാണ്. ആർക്കും വേണ്ടാതെ സവാള റോട്ടിലോട്ടൊക്കെ പോയി കിടക്കുന്നു. ഇങ്ങനെ പറക്കിയെടുക്കുമ്പോൾ തന്നെ തോനെയുണ്ടല്ലോ. 50 രൂപ എന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്. സപ്പോട്ടപ്പഴം 1 കിലോ 50 രൂപ. അങ്ങനെ ഈ കൈവണ്ടി പോലത്തെ വണ്ടിയിലേ സൈക്കിൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സൈക്കിൾ കണ്ടില്ലേ, അത് കൊള്ളാം അല്ലേ. അതേപോലത്തെ സൈക്കിളുകൾ ഇവിടെ ഒരുപാടായിട്ടുണ്ട്. മാർക്കറ്റും പരിസരവും ഒക്കെ ആയിട്ടേ. ഇതാ നോക്കേ, ഇവിടെ ആയിട്ട് ഈ സൈക്കിളിൻ്റെ ബാക്കിലായിട്ട് ഒരുപാട് ലോഡ് കയറ്റാൻ വേണ്ടി സംവിധാനം ചെയ്തിട്ടുണ്ട്. അതെന്നാലും കൊള്ളാം. എന്തായാലും ഇവിടുത്തെ മാർക്കറ്റിലൊക്കെ എനിക്ക് തോന്നുന്നു ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഓല വെച്ച് മേഞ്ഞിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, റോഡിനപ്പുറത്തായിട്ട് നോക്കേ, അവിടുത്തെ എല്ലാം കടയുടെ മേൽക്കൂരകൾ ഓല വെച്ച് മേഞ്ഞിരിക്കുക. അങ്ങനെ ഞാൻ ഇതുവഴി കൂടി ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഒരു വഴി അകത്തോട്ട് കാണുന്നുണ്ട്, മാർക്കറ്റിനകത്തോട്ട് കയറുന്ന വഴി. ഈ നമ്മൾ നടന്നു വന്ന വഴിയെല്ലാം മാർക്കറ്റ് തന്നെയാണ്, എന്നാലും കുറച്ചും കൂടെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് വേറൊരു വഴി കാണുന്നുണ്ട്. ഇതാ ഒരു ലോറി വരുന്ന നോക്കേ. തമിഴ്നാട്ടിൽ വന്നിട്ട് തമിഴ്നാട് രജിസ്ട്രേഷൻ ആ ഒരു ലോറി കണ്ടപ്പോഴത്തേക്കും ഒരു പ്രത്യേക രസമുണ്ട്. എന്തായാലും റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോയിട്ടേ അതിനകത്തോട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് മാർക്കറ്റിന് അകത്തോട്ട് വന്നിരിക്കുവാണ്, കുറച്ചും കൂടെ അകത്തോട്ട് വന്നിരിക്കുവാണ്. ഇവിടെ ആയിട്ട് ഇത് കൊള്ളാം. മഞ്ഞ കളർ ടാർപ്പയും ഓറഞ്ച് കളർ ടാർപ്പയും നീല ടാർപ്പയും, അങ്ങനെ 3 കളർ ടാർപ്പുകൾ ഇങ്ങനെ നിരത്തി കെട്ടിയിട്ടുണ്ട്. അതിനടിയിലായിട്ടുള്ള ഒരു ലൈറ്റ് കൊള്ളാം. മഞ്ഞ ടാർപ്പയിലൊക്കെ വെയിലടിക്കുമ്പോഴത്തേക്കുവേ ഈ കടകളും കംപ്ലീറ്റ് ആയിട്ട് മഞ്ഞയായിട്ട് കാണുന്നുണ്ട്. ഉള്ളിയുടെയും സവാളയുടെയൊക്കെ കളർ കണ്ടില്ലേ. ചുവന്ന ടാർപ്പയിൽ വെയിലടിച്ചപ്പോഴത്തേക്കും വെളുത്തുള്ളി ചുവപ്പായിട്ട് കാണുന്നുണ്ട്. ഭയങ്കര ചുവപ്പായിട്ടൊന്നും അല്ല, പക്ഷേ ഒരു ചുവന്ന കളറ് കാണുന്നുണ്ട്. 20 രൂപയേ ഉള്ളൂ ഇത്രയും ഉണ്ടമുളക്. ക്യാരറ്റും ബീൻസും എല്ലാം ചെറിയ ചെറിയ പാത്രത്തിലാക്കി വെച്ചിരിക്കുവാണ്. എല്ലാം 20 രൂപയാണ് വില. വെണ്ടയ്ക്കയും ഉണ്ട്, വെണ്ടയ്ക്ക, പാവയ്ക്ക എല്ലാം ഉണ്ട്. 10 രൂപ അനൗൺസ് ചെയ്തുകൊണ്ടിരുന്ന ഏതായിരുന്നു? ചുമന്ന കളർ ടാർപ്പയ്ക്കടിയിൽ ചുമന്ന തക്കാളി നല്ല കളർഫുൾ ആയിട്ടുണ്ട് കാണാൻ. 1 കിലോ 40 രൂപ തക്കാളിയുടെ വില. കപ്പമാങ്ങയാണ് കിലോ 50 രൂപയാണ് വില. ഇത് ഒരെണ്ണം വെക്കുമ്പോൾ തന്നെ 1 കിലോ ആവുമല്ലോ അല്ലേ. ഇതാ കണ്ടില്ലേ, 2 എണ്ണം വെച്ചപ്പോൾ തന്നെ 1.25 കിലോ ആയി. മഞ്ഞ കളർ ടാർപ്പയ്ക്കടിയിൽ നാരങ്ങയും ക്യാരറ്റും, ആ കളറ് കൊള്ളാം. അങ്ങനെ ഞാൻ ഈ നടന്നു വന്ന ഈ മാർക്കറ്റിൻ്റെ പേര് ഗാന്ധി മാർക്കറ്റ് എന്നാ. ഞാനിങ്ങനെ നോക്കി നടക്കുമായിരുന്നു ഒരു ഗാന്ധിയുടെ പ്രതിമ. അങ്ങനെ നോക്കി നടന്ന് വന്നപ്പോഴത്തേക്കും എന്താ ഇവിടെ ഗാന്ധിയുടെ പ്രതിമയുണ്ട്. അപ്പോൾ ഇതാണ് ഗാന്ധി മാർക്കറ്റ്. ആ പ്രതിമയ്ക്കടുത്തായിട്ട് വളയെല്ലാം ഉണ്ട്. ഇതാ കണ്ടില്ലേ, പലതരം വളകൾ. ഇവിടെ എല്ലാം ഓറഞ്ചും ആപ്പിളും മാതളവും എല്ലാം അടുക്കി വെച്ചിരിക്കുന്നതൊക്കെ അത് കൊള്ളാം. ഇത് എவ்வளோ പ്രൈസ്? എല്ലാം 100. എല്ലാത്തിക്കുമേ 100 തന്നെ അല്ലേ? ഏതെടുത്താലും 100 രൂപയാണ്. ആ അടുക്കി വെച്ചിരിക്കുന്ന രീതി കൊള്ളാം. നല്ല അച്ചടക്കത്തോടെ അടുക്കി വെച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ
വെജിറ്റബിൾസിൻ്റെ സെക്ഷനിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഇത് പൂവിൻ്റെ സെക്ഷനാണ്. പൂ മാർക്കറ്റാണ് ഈ കാണുന്നത്. ചെറുകിട കച്ചവടക്കാരും പിന്നെ അല്ലാതെ തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് പൂ വാങ്ങാൻ വന്നവരും ഉണ്ട്. വലിയ വലിയ ലേലങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലതരം പൂക്കളൊക്കെ ഉണ്ട്. ചുമപ്പ് പൂ, ചുമന്ന റോസ്, ഇത് മുല്ലമുട്ട് തന്നെ. മുല്ലപ്പൂവിൻ്റെ മുട്ടെല്ലാം നോക്കേ. ജമന്തി, പനീർ റോസ് എന്ന് പറഞ്ഞ റോസ് എല്ലാം ഉണ്ട്. പനീർ റോസിന് കിലോ 40 രൂപയാണ് വില. 80 രൂപ, 160 രൂപ ഒരു കിലോ. ഇത് മുല്ലയും ഇത് മല്ലിയുമാണ്. അപ്പോൾ രണ്ടല്ലേ. 200 രൂപയാണ് കിലോ വില മല്ലിമുട്ട്. ഇവിടെയൊക്കെ ആയിട്ട് വലിയ വലിയ ഹാരങ്ങളെല്ലാം തൂക്കിയിട്ടിട്ടുണ്ട്. വലിയ മാല, ഏകദേശം ഒരു 6 അടിയോളം പൊക്കമുണ്ട് ഈ മാലയ്ക്ക്. ഈ സെലിബ്രിറ്റീസൊക്കെ ഉദ്ഘാടനത്തിനൊക്കെ വരുമ്പോഴത്തേക്കും ഇട്ട് കൊടുക്കുന്ന മാലയുണ്ടല്ലോ, ആ ടൈപ്പ് ഹാരമാണിത്. ഇത് ഒന്ന് എவ்வளோ പ്രൈസ് വരും? 600 രൂപ. 600 രൂപയ്ക്ക് കൊള്ളാമല്ലോ. ഇത് ഒറ്റ കളർ പനീർ റോസ് താനേ. ഇത് എവിടെ വരും അണ്ണേ? ഇത് വില 500 രൂപ. 500 രൂപയാണ് ഇതിൻ്റെ വില. അത് കൊള്ളാം. അങ്ങനെ ഒരുപാടുണ്ട്. ഇതിനകത്തോടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും അങ്ങ് എൻ്റെ വരെ ഉണ്ട്. നടന്നു പോകാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഒരു പൂക്കട കയറിയിട്ട് വില ചോദിച്ചിട്ട് വീണ്ടും വേറൊരു പൂക്കടയിൽ കയറിയിട്ട് അതേ സാധനത്തിൻ്റെ വില ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നല്ലൊരു മണമുണ്ട് ഇതുവഴി കൂടി ഇങ്ങനെ നടക്കാനേ. പലതരം പൂക്കളുടെ മണം എല്ലാം കൂടെ ചേരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക മണം. അങ്ങനെ നമ്മൾ മാർക്കറ്റിനകത്തുനിന്നും പൂക്കടയ്ക്കകത്തുനിന്നും എല്ലാം പുറത്തോട്ട് ഇറങ്ങിയിരിക്കുവാണ്. വീണ്ടും റോഡിലോട്ട് വന്നിരിക്കുവാണ്. ഇനിയിപ്പോൾ നമുക്കേ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ഒരു ആർച്ച് കാണാം. ഇവിടെ നിന്ന് നേരെ ദൂരെയായിട്ട് കാണുന്നത് തിരുച്ചി കോട്ടയാണ്. ഒരു മലയുടെ മുകളിലായിട്ട്, ഒരു പാറപ്പുറത്തിന് മുകളിലായിട്ട് തിരുച്ചി കോട്ട കാണാൻ പറ്റുന്നുണ്ട്. അപ്പോഴെന്തായാലും നമുക്ക് ഇപ്പോഴും പോകണ്ട, വൈകുന്നേരം വെയിലൊക്കെ ഒന്ന് താന്നിട്ടേ ആ തിരുച്ചി കോട്ടയൊക്കെ ഒന്ന് പോയി കാണാം. ഇപ്പോഴും ഭയങ്കര വെയിൽ, പോയി കഴിഞ്ഞാലേ കരിഞ്ഞ് പൊരിഞ്ഞു പോകും. നമ്മളിതിൻ്റെ മുകളിൽ നോക്കുമ്പോഴത്തേക്കും വലിയ സ്ട്രീറ്റിൻ്റെ ഇടയിൽ കൂടെയുള്ള റോഡ് കാണാം. അതിലൂടെ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ ഓടി വരുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഒരു പ്രത്യേക രസമുണ്ട് ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോഴേ.